ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് ബ്രേക്ക് ഡൗണായിട്ട് വണ്ടി വഴിയിൽ പെട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ടുവന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ചെന്ന് അടിക്കുന്ന സമയത്ത് സെൽഫ് കാര്യങ്ങളൊന്നും വർക്കാവണില്ല. അത് ബാറ്ററി തീരെ ഡൗൺ ആണ്. പിന്നെ കിക്കർ അടിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടി. ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ടുവന്നായിരുന്നേ. ഇപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ 2026 മോഡൽ ബാറ്ററിയാണ്. എനിക്ക് തോന്നുന്നു അത് സെൽഫ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചപ്പോൾ തുടർച്ചയായിട്ട് അടിച്ചടിച്ച് ചാർജ് ഇറങ്ങിയതാവാനാണ് സാധ്യത. അപ്പോൾ വോൾട്ട് തീരെ കുറവാണ്, 11.5 വോൾട്ടേ ഉള്ളൂ. ലോഡിലേക്കൊക്കെ സെൽഫിലേക്ക് കൊടുക്കുന്ന സമയത്ത് 5 വോൾട്ടിലേക്ക് പോകണ്ടോ, അതുകൊണ്ടാണ് സെൽഫ് എടുക്കാത്തത്. അപ്പോൾ നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ബാറ്ററി ഒന്ന് അഴിച്ചിട്ട് ഫുൾ ചാർജ് ചെയ്യാം. പിന്നെ ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുണ്ടായ കാരണം മിക്കവാറും എൻജിൻ കംപ്രഷൻ ലീക്ക് ആയതായിരിക്കുള്ളൂ. അത് നമുക്കങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ നിലവിൽ വണ്ടി ഓടിയേക്കണത് 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 53,000 ഒരു 30,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എൻജിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടുതലായിട്ട് വരും. വാൽവിനകത്ത് കാർബൺ അടിയും. അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എൻജിൻ കംപ്രഷൻ ലീക്കായിട്ട് ഇതേപോലെ വണ്ടി ഓടി വന്ന് ചിലപ്പോൾ ഒരു എയർ പിടുത്തത്തോടുകൂടി വണ്ടി ഓഫായി പോകും. പിന്നെ നമ്മൾ സെൽഫ് അടിച്ചാലും വർക്ക് ചെയ്യില്ല, കിക്കർ അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ കാണിക്കുന്നത് നമുക്ക് ആ കംപ്ലൈൻറ്റ് തന്നെയാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം വെച്ചാൽ നമ്മൾ ഈ കിക്കറും അടിക്കുമ്പോൾ ബലം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഒരു കംപ്രഷൻ ഉണ്ട്, മറ്റേത് വളരെ ഫ്രീ ആയിട്ട് താഴേക്ക് പോകും. അതാണെങ്കിൽ എൻജിൻ കംപ്രഷൻ്റെ ലീക്കാണ്. അതാണ് കംപ്ലൈൻറ്റ്. നമ്മളിപ്പോൾ ഓടിച്ച് നോക്കുമ്പോഴും വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ B6 മോഡലായതുകൊണ്ട് തന്നെ വാണിംഗ് ലാമ്പൊക്കെ നോക്കിയത് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ അതിനകത്ത് എൻജിൻ വാണിംഗ്, ആ ലൈറ്റ്, എൻജിൻ ചെക്കിൻ്റെ ലൈറ്റ് തെളിഞ്ഞ് വരും. ഇത് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പോൾ 90% എൻജിൻ ഡീകാർബണൈസിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആവാനാണ് സാധ്യത. അതായത് കരി കയറിയേക്കണതാവാനാണ് സാധ്യത. അത് ഇപ്പം നിലവിൽ പ്രശ്നം ഉണ്ടാവില്ല. തുടർച്ചയായിട്ട് അടുപ്പിച്ച് വരാണെങ്കിൽ മാത്രമൊന്നുമല്ല, ഓൾറെഡി നമ്മളത് ചെയ്യേണ്ട ടൈം ഓൾറെഡി കഴിഞ്ഞ് നിൽക്കണേ. അപ്പോൾ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരുമോ നോക്കാം. വരാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കാർബണൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. പിസ്റ്റൻ്റെ റിങ്സിനൊക്കെ അതിൻ്റെ വൈപ്പിംഗ്, ആ കംപ്രഷൻ റിങ്സിൻ്റെ ഒക്കെ പവർ കുറവുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും കേട്ടോ. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതിന് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എൻജിന്മേ എന്തൊക്കെ ചെയ്തേക്കണായിട്ട് തോന്നണുണ്ട് ഈ ഭാഗത്ത്. അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും എനിക്ക് ഹിസ്റ്ററി കറക്റ്റായിട്ട് അറിയില്ല വണ്ടിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം എന്നുള്ള കേസ് ഇപ്പോൾ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ചെന്ന് അടിക്കുമ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടായി കിട്ടി. ഞങ്ങളവിടെ നിന്ന് ഓടിച്ചാണ് വണ്ടി കൊണ്ടുവന്നത്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് നമ്മൾ ആ വണ്ടി കംപ്ലയിൻറ്റ് കാണിക്കണേന്നുള്ള ദിവസം പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ലക്ഷണങ്ങൾ വെച്ചിട്ട് വണ്ടി ഓടിയ കിലോമീറ്ററും ഓട്ടത്തിൽ ഓഫായി എന്നുള്ളൊരു കംപ്ലയിൻറ്റ്സിൻ്റെ ലക്ഷണമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ആവാനാണ് സാധ്യത. കൃത്യമായിട്ട് ആ കംപ്ലയിൻറ്റ് ഫേസ് ചെയ്താലാണ് ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് ആ കംപ്ലയിൻറ്റ് കാണിച്ചത്, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോയത് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ബാറ്ററിക്ക് ഒന്ന് ചാർജ് ചെയ്തിടാം. അതിന് ശേഷം ഉപയോഗിച്ച് നോക്കാം. റിപ്പീറ്റ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയാണ് ഈ കംപ്ലയിൻറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അഴിച്ച് ക്ലീൻ തന്നെ ചെയ്യണം. അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല കേട്ടോ. അതല്ലെങ്കിൽ എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ.